ഇന്ന് നമ്മൾ ഒരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. കൂന്തൽ വൃത്തിയാക്കിയതിൻ്റെ ശേഷം റൗണ്ടായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. 1 കിലോ കൂന്തലാണ് നമുക്കുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കുക. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത്. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയേക്കാളും ഒരു ടീസ്പൂൺ അധികം മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരു 6-6.5 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂണാണ്. അപ്പോൾ ഒരു 6-6.5 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ ശേഷം നമ്മളതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. പിന്നീട് നമ്മൾ ഉള്ളി റോസ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലും. അപ്പോൾ ഇതിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2 നാരങ്ങയുടെ നീര് നമ്മളിതിലേക്ക് ചേർക്കണം. അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ നമ്മളിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലപ്പൊടി ഒന്ന് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് തണുത്തതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് മത്സ്യം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് നേരം അങ്ങനെ തന്നെ വയ്ക്കുക. നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളത് അടച്ചു വയ്ക്കാം. കുറച്ച് നേരം അങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പോൾ നമ്മൾ ഇത് ചതക്കല്ല ചെയ്യണത്, നമ്മൾ ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. വളരെ നേർമയിൽ അരിഞ്ഞെടുക്കുക. പിന്നെ സവാള അരിഞ്ഞെടുക്കുക. ഇനി നമ്മൾ മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചെറുതായി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർക്കാം. ഒരുപാട് നേരമൊന്നും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അത് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളയും നമ്മൾ ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി 1-2 പച്ചമുളക് നമ്മൾ അരിഞ്ഞിട്ട് അതും ചേർക്കാം. എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ 1 മതി, അല്ലെങ്കിൽ എരിവ് കുറവാണെങ്കിൽ 2 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്ന നിറാവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല.
ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമ്മളതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ഒന്ന് ചേർത്ത് ഇളക്കിയതിൻ്റെ ശേഷം നമുക്കത് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം. നമ്മൾ ഇതിൻ്റെ ആ ഒരു വെളുത്ത നിറം ഒന്ന് മാറിക്കിട്ടി. ഇതിലും ഒരു വളരെ കുറഞ്ഞ അളവിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇളക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് അത് വേവിക്കാം. ഒരു 10 മിനിറ്റ് നമ്മൾ അത് അടച്ചു വെച്ച് വേവിച്ചതിൻ്റെ ശേഷം തുറന്ന് നോക്കാം. നന്നായി വളർന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് ഒന്ന് തക്കാളി ഒന്ന് മെല്ലെ ഉടച്ചു കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ കൂന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഫ്രഷായ കൂന്തളാണ്. നമ്മൾ വെള്ളമൊന്നും തീരെ ഒഴിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഈ മസാല കിടന്നിട്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. കുക്കറിൽ വേവിക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ഫ്രഷായ കൂന്തളാണെങ്കിൽ നമുക്ക് നന്നായിട്ടത് വെന്ത് കിട്ടും. നമ്മളിപ്പോൾ ഒരു 1/2 സ്പൂണ് വെളുത്ത കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. കുറച്ച് ഗരം മസാല, അതല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ മസാലയോ മറ്റെന്തെങ്കിലും ഫിഷ് മസാലയോ ഏതെങ്കിലും ഒരു മസാല നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി തുറന്ന് നോക്കുക. ഇപ്പോൾ വെള്ളം മുഴുവനായിട്ടും വറ്റി വന്നിട്ടില്ല, പക്ഷേ കഷ്ണം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളം കൂടി ഒന്ന് വറ്റി കിട്ടുമ്പോഴേക്ക് നന്നായിട്ടത് വെന്ത് കിട്ടും. എല്ലാ മസാലയും അതിൽ നന്നായിട്ട് പിടിച്ചും കിട്ടും. ഇപ്പോൾ നമുക്ക് നമ്മൾ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ടേസ്റ്റിയായ